വെണ്ണിയോട് പുഴയോരത്തോട് ചേർന്ന് അപകട ഭീഷണിയുയർത്തി ഹോമിയോ ആശുപത്രിക്ക് സമീപത്തെ റോഡിന്റെ ഒരു ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. വർഷങ്ങൾ പിന്നിട്ടിട്ടും നന്നാക്കാത്തതിൽ പ്രതിഷേധവുമായി കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. അധികൃതർ മെല്ലെപ്പൊക്ക് നയം സ്വീകരിക്കുകയാണെന്നും ഇത് വൻ ദുരന്തത്തിന് വഴിവെക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. വെണ്ണിയോട് ചെന്നലോട് ഊട്ടുപാറ റോഡിൽ ഹോമിയോ ആശുപത്രിക്ക് സമീപത്തെ റോഡിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ പ്രളയ സമയത്ത് പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. കഴിഞ്ഞ ഇരു പ്രളയങ്ങളെയും അതിജീവിച്ച റോഡാണ് ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കോട്ടത്തറ പഞ്ചായത്തിലെ ഏക റോഡാണ് ഇത്. തകർച്ച പരിഹരിക്കാതെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെയാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രളയം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം നിറഞ്ഞ് തകർന്നു പോകുന്ന റോഡുകളുള്ള പ്രദേശമാണ്. ഒരുപക്ഷെ ഈ റോഡ് തന്നെ ഈ ഒരു മഴക്കാലത്ത് ഇല്ലാതായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേക്കാണ്, അതോറിറ്റിക്കാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് നിരവധി കത്തുകൾ നൽകിയിട്ടുണ്ട്. അപകട സാധ്യതകൾക്ക് ഒരു സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിക്കാൻ അവരുടെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ താല്പര്യവും ഞങ്ങൾ കണ്ടിട്ടില്ല. വളരെ ശുഷ്കമായ ഒരു പ്രദേശത്ത് ചെറിയൊരു ബോർഡ് വെച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിന് തലയിടുന്ന നടപടിയാണ്. ഇതിനെതിരെ കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൊടുവള്ളിയിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും ഉൾപ്പെടെ സമരം. പുഴയോട് ചേർന്ന അപകടകരമായ ഭാഗത്ത് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തികളുടെ ഡിസൈൻ ചെയ്തു കിട്ടിയിട്ടില്ല എന്നാണ് 1.5 വർഷമായി പറയുന്നത്. അതുകൊണ്ടുതന്നെ ഇനിയും പ്രവൃത്തികൾ നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉപവാസമടക്കമുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. മലനാട് ന്യൂസ്, പനമരം.